Hi viewers, welcome to your daily dose of cinema. This is your zone from screen to soul. എൻ്റെ വീഡിയോ കാണുകയും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഫ്രെയിംസ് പറയാത്തത് ഞങ്ങൾ പറയും. റിയൽ ടോക്ക്, റിയൽ റിവ്യൂ, ജസ്റ്റ് സിനിമ ട്രൂത്ത്, കട്ട് ദ ഹൈപ്പ്, ബിയോണ്ട് ദ സ്ക്രീൻ. റോംകോം ജോണറിലുള്ള ചിത്രങ്ങളിലൂടെ മുന്നേറിയ നിവിൻ പോളിയും റോംകോം ജോണറിൽപ്പെട്ട ചിത്രങ്ങളെടുത്ത് വിജയിപ്പിക്കാൻ അസാമാന്യ കഴിവുള്ള സംവിധായകൻ ഗിരീഷ് ഏടിയും ചേർന്ന കോംബോയിൽ ഓണം റിലീസായി വന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രതീക്ഷിച്ച പോലെ ഇത്തവണത്തെ ഓണം തൂക്കാൻ പറ്റിയ എല്ലാ ഇൻഗ്രീഡിയൻസും ഒത്തുചേർന്ന പക്ക ഫീൽ ഗുഡ് ഹാപ്പി എൻഡിങ് ചിത്രം. ഒരു കംപ്ലീറ്റ് ഓണം പാക്കേജ് ആണ് ചിത്രമെന്ന് പറയാൻ കാരണങ്ങൾ പലതുണ്ട്. ലാഗൊന്നുമില്ലാതെ ഫുൾ ഓണായി എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പക്ക സ്ട്രെസ് ബസ്റ്റർ ആകാൻ കഴിയുന്ന ചിത്രം. പ്രേക്ഷകരുടെ പൾസറിഞ്ഞ കിടിലൻ നർമ്മമുഹൂർത്തങ്ങൾ, നല്ല ഫൺ മൊമെൻറ്റുകൾ, സിറ്റുവേഷൻസുമായി സിങ്കാകുന്ന തമാശ രംഗങ്ങൾ, അല്ലാതെ കുത്തി നിറച്ച തമാശകളല്ല ചിത്രത്തിൽ. നമ്മളുമായി കണക്റ്റ് ആകുന്ന ഫ്രെയിമുകൾ, ഇമോഷൻ സീനുകൾ, ഒരു സെക്കൻഡ് പോലും അനാവശ്യമായി കയറി വരുന്ന സീനുകൾ ചിത്രത്തിലില്ല. 2.5 മണിക്കൂറുള്ള ചിത്രത്തിൽ ജസ്റ്റിനായി നിവിനും ആഷ്ലിയായി മമിത ബൈജുവും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള റൊമാൻസും കോമഡിയും ആയി മുന്നേറുന്ന ചിത്രത്തിൽ തന്നേക്കാൾ 12 വയസ്സിലേറെ ഏജ് ഡിഫറൻസ് ഉള്ള അയൽപ്പക്കത്തെ യുവാവുമായി പ്രണയത്തിലാകുന്ന കോളേജ് വിദ്യാർത്ഥിനിയുടെ കഥയാണ് ചിത്രത്തിൻ്റേത്. അങ്കമാലി കറുകുറ്റി ഭാഗത്താണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നത്. കഥാപാത്രങ്ങളുടെ പശ്ചാത്തലം മാറ്റി നിർത്തിയാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണാവുന്നവരുമായി ഏതാണ്ട് സാമ്യം തോന്നിയേക്കാം. നഷ്ടമായ പ്രണയത്തിൻ്റെ പേരിൽ കല്യാണം കഴിക്കാതെ നിൽക്കുന്ന ജസ്റ്റിനാണ് ചിത്രത്തിലെ നായകൻ. ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. കാറ്ററിംഗ് ബിസിനസ്സും മറ്റുമായി ജീവിക്കുന്ന അയാളുടെ കുടുംബം ഉൾപ്പെട്ട ബെത്ലഹേം കുടുംബ യൂണിറ്റിലേക്ക് താമസം മാറി വരുന്നയാളാണ് ആഷ്ലി എന്ന മമിത. ഇവർ പ്രണയത്തിലാവുകയും പിന്നീട് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇവർ തമ്മിലുള്ള പ്രണയ രംഗങ്ങൾ രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു കഥയെ 2.5 മണിക്കൂറിലേറെയുള്ള എൻഗേജിംഗ് ആയ കംപ്ലീറ്റ് എന്റർടൈനർ ആക്കി മാറ്റിയെടുത്ത തിരക്കഥ എഴുതിയതിലുള്ള മികവിന് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഗിരീഷ് ഏടിക്കും കിരൺ ജോസിക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഹാപ്പി എൻഡിംഗ് ആയ ചിത്രത്തിൽ അതിനുള്ളിലേക്ക് നമ്മളെ കണക്റ്റഡ് ആക്കുന്ന മെത്തേഡുകൾ ആണ് ചിത്രത്തെ ബെസ്റ്റ് സ്ക്രീൻ അനുഭവമാക്കി മാറ്റുന്നത്. പ്രേമലുവിൽ നമ്മൾ കണ്ട പല സിറ്റുവേഷൻസുകളും ഈ ചിത്രത്തിലുമുണ്ട്. പക്ഷേ അത് ഡിഫറൻറ്റ് രീതിയിൽ പ്ലേസ് ചെയ്യുകയും മേക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതൊന്നും നമുക്ക് ആവർത്തന വിരസമായി തോന്നുകയുമില്ല. അതാണ് ചിത്രത്തിൻ്റെ വിജയവും. അടുത്ത വീട്ടിലെ പയ്യനായ പഴയ നിവിൻ പോളിയെ ഈ ചിത്രത്തിലൂടെ തിരിച്ചു കിട്ടുന്നു. ശക്തമായ തിരിച്ചുവരവ് നടത്തിയ നിവിൻ്റെ സേഫ് സോണിലുള്ള ചിത്രമാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ചിത്രത്തിൽ അനായാസമായി തമാശ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗംഭീര പ്രകടനമാണ് ചിത്രത്തിൽ നിവിൻ്റേത്. ചിത്രത്തിൽ ജസ്റ്റിൻ എന്ന നിവിൻ പോളിയുടെ സഹോദരനായി സംഗീത് പ്രതാപും സുഹൃത്തായി സുരേഷ് കൃഷ്ണയും ഒപ്പം ശ്യാം മോഹൻ, ബിന്ദു പണിക്കർ, വിനയ് ഫോർട്ട് തുടങ്ങി ഇതിൽ വന്നു പോകുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സ്പേസ് ഉണ്ട്. ഇവരെല്ലാം ഒന്നിനൊന്ന് മെച്ചമായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. വരുന്ന എല്ലാ കഥാപാത്രങ്ങളും സ്കോറും ചെയ്തിരിക്കുന്നു. മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ സംവിധായകൻ ഗിരീഷ് ഏടി പറഞ്ഞ ഒരു കാര്യമാണ്, കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പടം കാണുന്നത് എന്ന് മറ്റുള്ളവർ പറയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന കാര്യം. സംവിധായകൻ പറഞ്ഞ ആ കാര്യം മാച്ചാകുന്ന തരത്തിലാണ് ചിത്രം. ഇതിലെ ഫൈറ്റ് സീനുകൾ ഒരുക്കിയത് ആക്ഷൻ സന്തോഷാണ്. നമ്മൾ പണ്ട് ജയറാമിൻ്റെ രാജസേനൻ ചിത്രങ്ങളിലൊക്കെ കണ്ട പോലത്തെ നാടൻ ഫൺ ഫൈറ്റുകളാണ് ഇതിലും. ചിത്രത്തിന് അനുയോജ്യമായ രീതിയിൽ മനോഹരമായി സിങ്കായി നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. അജ്മൽ സാബുവിൻ്റെ DOPയും ആകാശ് ജോസഫ് വർഗീസിൻ്റെ എഡിറ്റിങ്ങും ഉൾപ്പെട്ട ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചിത്രവുമായി വളരെയധികം സിങ്ക് ആകുന്നുണ്ട്. കളർ ഗ്രേഡിങ്ങും വിഷ്വൽസും എല്ലാം കൂടി ചേർന്ന് തനി നാടൻ റോംകോം ഗിരീഷ് ഏടി എൻ്റർടൈനറായ ചിത്രം സ്ക്രീനുകൾ കളറാക്കുകയും ചിരി ഉത്സവം തീർക്കുകയും ചെയ്തിരിക്കുന്നു. വ്യൂവേഴ്സ്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അഭിരുചികളും ഉണ്ട്. പലരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് ചിത്രം കണ്ട ശേഷം നിങ്ങളുടേതായ അഭിപ്രായം അറിയിക്കുക. വ്യൂവേഴ്സ്, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സ് കാണിക്കുമോ? താങ്ക്സ് ഫോർ വാച്ചിങ്.